വൈറ്റമിൻ B12, വൈറ്റമിൻ സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നില്ല. മാത്രമല്ല വളരെ വേഗം പുറന്തള്ളപ്പെടുകയും ചെയ്യും. അതിനാൽ അവയെ ആഗിരണം ചെയ്യാൻ ധാരാളം വെള്ളം ആവശ്യമാണ്. രാവിലെ വെറും വയറ്റിൽ അവ കഴിക്കുന്നതാകും നല്ലത്. നിങ്ങൾ അവ ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കാൻ കഴിയില്ലെങ്കിൽ ഈ വൈറ്റമിനുകൾ ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രഭാത ഭക്ഷണത്തിനും 1 മണിക്കൂർ കഴിഞ്ഞാണ്. അപ്പോഴേക്കും ഭക്ഷണം ശരീരത്തിൽ ആവശ്യത്തിന് സ്ഥിരതാമസമാക്കുകയും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ വൈറ്റമിനുകൾ ആവശ്യത്തിന് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. കൊഴുപ്പ് ലയിക്കുന്ന വൈറ്റമിനുകളാകട്ടെ ജൈവ ലഭ്യതയും ആഗിരണം വർദ്ധിപ്പിക്കുന്നതിന് കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിന് ശേഷം ഉടൻ തന്നെ കഴിക്കാം. ഇവ വൈറ്റമിൻ A, D, E, K എന്നിവയാണ്. വൈറ്റമിൻ ഡി പൊടി രൂപത്തിലാണ് എടുക്കുന്നതെങ്കിൽ പാല് കൊഴുപ്പ് നന്നായി ആഗിരണം ചെയ്യുന്നതിനാൽ ഇവ പാലിനൊപ്പവും കഴിക്കാം. വൈറ്റമിൻ ഡി പൊടി ക്യാപ്സ്യൂളുകളേക്കാൾ വില കുറഞ്ഞതാണ്. പക്ഷെ കുടൽ പ്രശ്നമുള്ളവർക്ക് ഇത് ഉപയോഗപ്രദമല്ല. വൈറ്റമിൻ സിയും B12ഉം ഒരുമിച്ച് കഴിക്കുന്നത് ഒഴിവാക്കണം. കാരണം വൈറ്റമിൻ സി B12ന്റെ ആഗിരണത്തെ കുറയ്ക്കും. അവ തമ്മിൽ കുറഞ്ഞത് 2 മണിക്കൂർ വ്യത്യാസം സൂക്ഷിക്കണം. അവ വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ നിങ്ങൾ വയറൽപ്പം ശൂന്യമാകുമ്പോൾ വേണം ഇത് കഴിക്കാൻ. നിങ്ങളുടെ ഭക്ഷണത്തിൽ കരൾ, മുട്ട, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ പോലുള്ള മൃഗങ്ങളുടെ സമ്പന്നമായ ഉറവിടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ എ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല. അധിക വൈറ്റമിൻ എ നിങ്ങളുടെ എല്ലുകളുടെയും ദഹനത്തിൻ്റെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കും. വൈറ്റമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡിനൊപ്പം വൈറ്റമിൻ B12 കഴിക്കരുത്. വളരെയധികം ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളേറ്റ് കഴിക്കുന്നത് യഥാർത്ഥത്തിൽ വൈറ്റമിൻ B12ന്റെ കുറവിൻ്റെ ലക്ഷണങ്ങളെ മറയ്ക്കും. ചില ഡോക്ടർമാർ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതിന് വൈറ്റമിൻ K സപ്ലിമെൻറ്റ് നിർദ്ദേശിക്കും. ഒരേസമയം വൈറ്റമിൻ E കഴിക്കുന്നത് വൈറ്റമിൻ Kയുടെ ഫലങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.